ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വരവ് ഇത്തിരി കളർഫുൾ ആയിട്ടാണ്. അതെ, നമുക്കെല്ലാവർക്കും പരിചിതമായ പണ്ട് നാട്ടിൻപുറങ്ങളിലെ മിക്ക വീടുകളിലും ഉണ്ടായിരുന്ന പെൻഡാസ് എന്ന ചെടിയാണിത്. ഇതിന് ഈജിപ്ഷ്യൻ സ്റ്റാർ ക്ലസ്റ്റേഴ്സ് എന്നും വിളിക്കും. കൊച്ചു കൊച്ചു നക്ഷത്രങ്ങൾ വാരി വിതറിയ പോലത്തെ പൂക്കളുടെ പൂങ്കുലകളായിട്ടാണ് ഇത് വരുന്നത്. ഇതിന്റെ സ്വദേശം വരുന്നത് ആഫ്രിക്കയാണ്, നമ്മളുടെ സ്വന്തം അല്ല ഇത്. ഇത് തേനീച്ചകൾക്ക് വളരെ ഇഷ്ടമാണ്. ഇതിൽ നിറച്ച് തേനുണ്ട്. അതുകൊണ്ട് തേനീച്ച ഗാർഡൻ ഉണ്ടാക്കുന്നവർക്കൊക്കെ പറ്റിയ ചെടിയാണ്. അതുപോലെ തന്നെ പെൻഡാസിന്റെ വെളുത്ത കളറ് മൂൺ ഗാർഡൻ ഉണ്ടാക്കുന്നവർക്ക് അതിൽ വെക്കാൻ നല്ലതാണ്. മറ്റ് വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. ഓരോ തവണ പൂത്ത് കഴിയുമ്പോഴും പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ തരുന്ന, മുറ്റം നിറച്ച് മനോഹരമായ പൂക്കളുടെ ഒരു വർണ്ണസങ്കലനം തന്നെ തരാൻ കഴിവുള്ളൊരു ചെടിയാണ് പെൻഡാസ്. ഏത് മണ്ണിലും പിടിക്കും. അത്യാവശ്യം സാധാരണ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ കൊടുത്താൽ മതി. ഹൈബ്രിഡ് ചെടികളെ പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് പൊക്കം കുറഞ്ഞ വെറൈറ്റിയാണ്. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരുപാട് പൊക്കം വെക്കുമായിരുന്നല്ലോ. ഇപ്പൊ വരുന്ന ചെടികളൊന്നും അങ്ങനെ പൊക്കം വെക്കുന്നതല്ല. ചെടിച്ചട്ടിയിൽ ഒതുക്കി നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റും. പല കളറ് നിരത്തി വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതിനകത്ത് പിങ്ക് കളറുണ്ട്, റെഡ് ഉണ്ട്. തീക്ഷ്ണമായ റെഡ് എന്ന് പറയാൻ പറ്റില്ല, അത് മെജന്തയുടെ കുറച്ചുകൂടെ ഒരു കട്ടിയുള്ള കളറിനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ വെള്ളയുണ്ട്, ലാവൻഡർ, ലൈറ്റ് കളറുള്ള ഒരു പുതിയൊരു കളർ ഞാൻ ഇന്നത്തേനകത്ത് വന്നിട്ടുണ്ട്. അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലാവൻഡറും അല്ല റോസും അല്ല, രണ്ടിനെയും കൂടെ മിക്സ് ഒരു കളറ്. നല്ല ഭംഗിയായി, നല്ല എന്താ പറയാ, കണ്ണിന് വളരെ ഇമ്പമുള്ളൊരു കളറാണിത്. സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? തൈകൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. കുറച്ചധികം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് വെള്ളം ഒഴിക്കുക, കൃത്യമായിട്ട് പ്രൂൺ ചെയ്യുക, കൃത്യമായിട്ട് വളമിടുക. ഇത്രയും മാത്രം ചെയ്താൽ മതി നിറച്ച് പൂക്കൾ കിട്ടാനായിട്ട്. നല്ല സുന്ദരി പൂക്കളാണ്. മണമില്ലെങ്കിൽ എന്താ, കാഴ്ച കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കാൻ കഴിവുള്ളൊരു ചെടിയാണ് പെൻഡാസ്. ഏതൊരു പൂന്തോട്ടത്തിലാണെങ്കിലും ഒരു ഇനം ചെടിയുടെ പല കളറ് കൂട്ടമായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഗാർഡന് കുറച്ചുകൂടെ ഒരു കളറുകൾ നമുക്ക് തോന്നും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ തെച്ചി, ഇപ്പോൾ പെൻഡാസ്, പിന്നെ ഇപ്പൊ ജമന്തികൾ വരുന്നുണ്ട്, പല കളറിലെ ജമന്തികൾ. അപ്പൊ അങ്ങനെ ഒരു ഇനത്തിന്റെ തന്നെ പല നിറങ്ങൾ വെച്ച് കൊടുത്താൽ നല്ലൊരു ലുക്ക് കിട്ടും. അപ്പൊ വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോളൂ.